അപ്പോൾ ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റാപ്പിഡ് റിവിഷൻ നമ്മൾ അതും ഇതിന് മുൻപ് തൊട്ട് 3 വീഡിയോസിൽ നമ്മൾ ഡീൽ ചെയ്തിരുന്നു. അതിൽ ഇമ്പോർട്ടൻറ്റ് ആക്റ്റുകൾ നമ്മൾ ഡീൽ ചെയ്തു. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നോക്കി, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നോക്കി, പിന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 നോക്കി. അപ്പൊ ഇന്നത്തെ ഒരു 5 മിനിറ്റിൽ നമുക്ക് നാഷണൽ പാർക്കുകൾ, ദേശീയോദ്യാനങ്ങൾ, അതും ഇന്ത്യയിലെ പ്രധാനമായിട്ടും നിങ്ങളോട് ഈ വരുന്ന ഡിസംബർ 20-ാം തീയതി ചോദിക്കാൻ ചാൻസ് ഉള്ള മേജർ നാഷണൽ പാർക്കുകളിലൂടെ നമുക്കൊന്ന് പെട്ടെന്ന് പോകാം. ഇതൊന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന കോഡും ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സും, ഓരോ ദേശീയോദ്യാനത്തിനും ഒരു ഫീച്ചർ എങ്കിലും മിനിമം അറിഞ്ഞിരിക്കുക. അവിടെ ഉള്ള ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസും നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇന്നത്തെ സെഷനിലോട്ട് നമുക്ക് കിടക്കാം. നാഷണൽ പാർക്സ് ഇൻ ഇന്ത്യ. മൂവിങ് ഓൺ. യെസ്, നാഷണൽ പാർക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കേണ്ടതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള നാഷണൽ പാർക്കാണ് ഹെയ്ലി നാഷണൽ പാർക്ക് എന്ന പണ്ട് പേരുണ്ടായിരുന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇതിന്റെ ലൊക്കേഷൻ മറക്കരുത്. നമ്മുടെ നോർത്തേൺ മോസ്റ്റ് സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിന്റെ തൊട്ട് താഴെയുള്ള ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇതിന്റെ പഴയ പേര് നോക്കുക, ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ്. ഇവിടെയാണ് പ്രൊജക്ട് ടൈഗർ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നും ഓർക്കുക. 1973 പ്രൊജക്ട് ടൈഗർ എസ്റ്റാബ്ലിഷ് ചെയ്ത ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് ആണ്. സ്ഥലം ഉത്തരാഖണ്ഡാണ്. വർഷം 1936 ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കായിട്ടുള്ള പ്രൊജക്ട് ടൈഗറിന്റെ ബർത്ത് പ്ലേസ് ആയിട്ടുള്ള ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അപ്പൊ ജിം കോർബറ്റിനെ കുറിച്ച് ഇത്രയും കാര്യം എന്തായാലും നിങ്ങൾ ഓർക്കുക. പരീക്ഷയ്ക്ക് വന്നാൽ ഒരിക്കലും മറന്നു പോവുകയും ചെയ്യരുത്, തെറ്റിക്കുകയും ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം കസിരംഗ നാഷണൽ പാർക്കാണ്. ആസാമിലെ കസിരംഗ നാഷണൽ പാർക്ക് മറക്കരുത്. 74, അതായത് പ്രൊജക്ട് ടൈഗറിന്റെ തൊട്ടടുത്ത വർഷം 73 ശേഷം 74 കസിരംഗ നാഷണൽ പാർക്ക് വന്നതെന്ന് ഓർക്കുക. ഇവിടുത്തെ ഫേമസ് അഥവാ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ഏതാണ്? ഗ്രേറ്റ് വൺ ഹോൺഡ് റൈനോസറസ്. ഓക്കെ, ഒറ്റ കൊമ്പൻ കാണ്ടാമൃഗമാണ് കസിരംഗ നാഷണൽ പാർക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അഥവാ ലോക പൈതൃക സൈറ്റ് കൂടിയാണെന്ന് ഓർക്കുക. പിന്നെ നമ്മൾ ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോൾ നമുക്ക് വെസ്റ്റിലോട്ട് വന്നാൽ നമുക്ക് ഗിർ നാഷണൽ പാർക്ക്, ഗുജറാത്തിലെ ഗിർ നാഷണൽ പാർക്കിനെ മറക്കരുത്. 74 കഴിഞ്ഞ് 75 അപ്പൊ പ്രൊജക്ട് ടൈഗറിന് 2 വർഷത്തിന് ശേഷമാണ് ഏഷ്യാറ്റിക് സിംഹങ്ങൾക്ക് പേര് കേട്ട ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിലുള്ളത് ഓർക്കുക. ദ ഓൺലി ഹോം ഓഫ് ദ ഏഷ്യാറ്റിക് ലയൺ ഇൻ ദ വേൾഡ്. അപ്പൊ ലോകത്തിൽ തന്നെ ഏഷ്യാറ്റിക് ലയൺ ഒരു നാഷണൽ പാർക്കിലുണ്ട്, അത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാലും അത് ശരിയാണ്, അത് ഗിറിലാണ്. പിന്നുള്ളതാണ് നമ്മുടെ മധ്യപ്രദേശിലെ കാൻഹ നാഷണൽ പാർക്ക്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ സെൻട്രൽ നാഷണൽ പാർക്ക് എന്നും കാൻഹ സെൻട്രൽ സ്റ്റേറ്റ് ആയിട്ടുള്ള മധ്യപ്രദേശിലുള്ളത് കൊണ്ട് തന്നെ കാൻഹ നാഷണൽ പാർക്കിന് ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. വർഷം ഓർത്തിരുന്നേലും ഇത് ഓർക്കുക. റുഡ്യാർഡ് കിപ്ലിംഗ്, നമ്മൾ ജംഗിൾ ബുക്കും മൗഗ്ലി ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. റുഡ്യാർഡ് കിപ്ലിംഗിന്റെ മൗഗ്ലി ഇൻസ്പയർഡ് ആയിട്ടുള്ള നാഷണൽ പാർക്ക് ഏതാന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിലെ കാൻഹ നാഷണൽ പാർക്കാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും ടോപ്പ് 4 നാഷണൽ പാർക്കുകൾ പഠിച്ചു, ലൊക്കേഷൻ പഠിച്ചു, അവിടുത്തെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് നമ്മൾ പഠിച്ചു, മറക്കില്ലല്ലോ. ഇനി നമുക്ക് രാജസ്ഥാനിലെ രൺതംബോർ. അപ്പൊ രാജസ്ഥാനുമായിട്ട് റൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ രൺതംബോർ നമ്മൾ മറക്കില്ല. രൺതംബോർ നാഷണൽ പാർക്ക് വൈൽഡ് ടൈഗർ പോപ്പുലേഷന് ഫേമസ് ആണ്. പിന്നുള്ളതാണ് നമ്മുടെ ഈസ്റ്റേൺ സൈഡിലുള്ള വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് നാഷണൽ പാർക്ക്. സുന്ദർബൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സുന്ദര വനങ്ങൾ, അത് ഹെർഷ്യര സുന്ദരി ട്രീസ് അഥവാ അങ്ങനെ ആ ഒരു സ്പീഷീസിലുള്ള കണ്ടൽ കാടുകൾ ഉള്ളത് കൊണ്ടാണ് സുന്ദർബൻസ് അഥവാ സുന്ദരവനം എന്നതിന് പേര് വരാൻ കാരണം. ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് ഇൻ ദ വേൾഡ്, വേൾഡിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ ഉള്ളത് ഈ നാഷണൽ പാർക്കിലാണ്. ഇതെന്താണ്? ഇതും റോയൽ ബംഗാൾ ടൈഗറിന്റെ ഒരു നാച്ചുറൽ ആവാസ വ്യവസ്ഥയാണെന്ന് ഓർക്കുക. അപ്പം പ്രധാനപ്പെട്ട 6 നാഷണൽ പാർക്ക് നമ്മൾ കവർ ചെയ്തു. മുന്നോട്ട് പോയാൽ നമുക്ക് കാണാം ഇനിയുള്ള 6 നാഷണൽ പാർക്കും ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള നാഷണൽ പാർക്കുകളാണ്. പെട്ടെന്ന് പോകാൻ നമുക്ക് മാനസ് നോക്കാം. മാനസ് കസിരംഗയുടെ ഒപ്പം തന്നെ ആസാമിലുള്ള നാഷണൽ പാർക്കാണ്. ഇതും ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇവിടെ മാനസിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇവിടെ എൻഡമിക് ആയിട്ട് 2 സ്പീഷീസ് ഉണ്ട്. അതായത് ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു 2 സ്പീഷീസ് ആണ്. ഗോൾഡൻ ലെങ്കൂർ എന്ന കുരങ്ങ് വർഗവും പിഗ്മി ഹോഗ് എന്ന് പറയുന്ന ഒരു പന്നി വർഗവും ഇവിടെ എന്താണ് മാനസ് നാഷണൽ പാർക്ക്, ആസാമിലെ മാനസ് നാഷണൽ പാർക്കിൽ ഉണ്ടെന്ന് മറക്കരുത്. പിന്നെ നേരെ നമ്മൾ കേരളത്തിലെ നാഷണൽ പാർക്കുകൾ എടുക്കുമ്പോൾ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് നമ്മുടെ പെരിയാർ നാഷണൽ പാർക്കാണ്. പെരിയാറിനെ കുറിച്ച് പറയുമ്പോൾ പെരിയാർ ഒരു നാഷണൽ പാർക്കാണ്, വൈൽഡ് ലൈഫ് സാഞ്ചുറി ആണ്, ഒരു ടൈഗർ റിസർവ് ആണെന്നും കൂടി ഓർക്കുക. പിന്നെ പെരിയാറിനെ കുറിച്ച് പറയുമ്പോൾ പെരിയാർ 3 ഡിസ്ട്രിക്റ്റിൽ ബോർഡർ ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ്. ഏതൊക്കെയാണ് ആ ഡിസ്ട്രിക്റ്റ്?
ഇടുക്കിയുണ്ട്, പത്തനംതിട്ടയുണ്ട്, കോട്ടയമുണ്ട്. ഓക്കെ, ഇപ്പൊ പെരിയാർ നമ്മൾ കവർ ചെയ്തു. പെരിയാറിൽ ഏഷ്യൻ ആനകൾ ഉണ്ടെന്നും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്ക് നോട്ട് ചെയ്യുക. ഹെമിസ് ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് നാഷണൽ പാർക്ക്. അപ്പോൾ ഏറ്റവും വലുത് ഹെമിസ് ആണ്. ഏറ്റവും ആദ്യം വന്നത് ജിം കോർബറ്റ് ആണ്. അപ്പൊ ഹെമിസ് ലഡാക്കിലാണ്. ഇവിടാണ് ഹിമപുലി അഥവാ സ്നോ ലെപ്പേർഡ്സിന്റെ ആവാസ കേന്ദ്രം. പിന്നെ നമ്മൾ നോർത്ത് ഈസ്റ്റിൽ ആസാമില് കസിരംഗയും മാനസും പഠിച്ചപ്പോൾ നമ്മൾ അരുണാചലിലെ നാംഡഫ നാഷണൽ പാർക്കിനെ മറക്കരുത്. 83 വന്ന നാംഡഫ നാഷണൽ പാർക്കാണ്. അവിടെ എന്താണ്, ചെടിവർഗ്ഗങ്ങളിലെ അഥവാ ഫ്ലോറൽ ഫാമിലീസിലെ 4 പ്രധാനപ്പെട്ട ഫാമിലീസും ഒരേപോലെ കാണപ്പെടുന്ന, ഓർക്കിഡുകൾ ഉൾപ്പെടെ കാണപ്പെടുന്ന വളരെ റെയർ സ്പീഷീസ് ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ കാണപ്പെടുന്ന ഒരു ഏരിയ ആണ് നാംഡഫ നാഷണൽ പാർക്ക്. ഇത് അരുണാചൽ പ്രദേശാണ്, നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനമായ അരുണാചലിലാണ് നാംഡഫ നാഷണൽ പാർക്ക്. ഇവിടെ നാംഡഫ ഫ്ലൈയിങ് സ്ക്വിരൽ എന്നൊരു സ്പീഷീസ് ഉണ്ടെന്നും ഓർക്കുക. പിന്നുള്ളതാണ് നമ്മുടെ നോർത്തേൺ മോസ്റ്റ് യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീരിലെ ദാച്ചിഗം നാഷണൽ പാർക്ക്. ദാച്ചിഗം നമ്മുടെ ഹാങ്കുൽ അഥവാ ആ റെഡ് ഡിയറിന് ഫേമസ് ആയിട്ടുള്ള, ഹാങ്കുൽ കാശ്മീർ സ്റ്റാഗിന് ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് ദാച്ചിഗം നാഷണൽ പാർക്ക്, ജമ്മു ആൻഡ് കാശ്മീർ. അപ്പൊ ഇത്രയും നാഷണൽ പാർക്ക് ഓർത്തിരിക്കുമല്ലോ. ഈ ടേബിൾ നിങ്ങൾ പീരിയോഡിക്കായിട്ട് റിവൈസ് ചെയ്യുക. കേവലദേവ് ഗാന നാഷണൽ പാർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ നാഷണൽ പാർക്സ് ഇൻ ഇന്ത്യയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മേജർ ഏരിയാസ് എല്ലാം കവർ ചെയ്യും. ഈ ഒരു കമ്പൈലേഷൻ, ഈ PDF നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ റെഡിലി അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ എക്സാമിന് തലേ ദിവസം അതിന് മുമ്പോ ഇത് എന്തായാലും റിവൈസ് ചെയ്തിട്ട് മാത്രമേ എക്സാമിന് പോകാവൂ. അപ്പം ഓൾ ദ ബെസ്റ്റ്.